നമസ്കാരം. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ ലോകത്തിലെ ഏറ്റവും കിറുക്കൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ്. ഇയാളെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഡെമോക്രാറ്റിക് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നറിയപ്പെടുന്ന ഉത്തര കൊറിയ പോരാളികളിൽ സമ്പന്നമായ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം കൂടിയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളെ നിരന്തരം വെല്ലുവിളിക്കുന്നതിൽ ആ രാജ്യം അതിന്റെ ഭരണാധികാരിയായ കിം ജോങ് ഉന്നും മടി കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ ഉപരോധമാണ് നിലവിൽ ഉത്തര കൊറിയ നേരിടുന്നത്. റഷ്യയുമായും ചൈനയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഉത്തര കൊറിയ മേഖലയിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിലൊന്ന് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഉത്തര കൊറിയയുടെ ആണവായുധങ്ങൾക്കും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളുമായി ഗണ്യമായ വിഭവങ്ങളാണ് ഉത്തര കൊറിയ മാറ്റിവെച്ചിരിക്കുന്നത്. ഉത്തര കൊറിയയെ ലോകത്തെ തന്നെ ഒരു പവർഫുൾ രാഷ്ട്രമാക്കുക എന്നതാണ് ആ രാജ്യത്തിന്റെ പരമാധികാരിയായ കിം ജോങ് ഉന്നിന്റെ സ്വപ്നം. റഷ്യയുമായുള്ള പ്രതിരോധ കരാറും ഇറാനുമായുള്ള പുതിയ സൗഹൃദവുമെല്ലാം ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള ചുവടുവയ്പ്പാണ്. ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയും ഉത്തര കൊറിയ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ചൈനയാണ് പ്രധാന ശത്രുവായി അമേരിക്ക കാണുന്നതെങ്കിലും അവർ ഏറെ ഭയപ്പെടുന്ന ഭരണാധികാരി ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉന്നാണ്. അതിന് പ്രധാന കാരണം അമേരിക്ക വരെ എത്താൻ ശേഷിയുള്ള ആണവായുധങ്ങൾ ഉത്തര കൊറിയയുടെ പക്കൽ ഉണ്ടെന്നത്. അത് എടുത്തിട്ട് ഉപയോഗിക്കാൻ കിം ജോങ്ങിന് ഒരു മടിയും ഇല്ല എന്നതാണ്. കിം എന്ത് ചെയ്യുമെന്ന് അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ഊഹിക്കാൻ പോലും കഴിയില്ല. പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് പോലും പരിശോധിക്കാതെ ഏത് തലത്തിലും പ്രതികരിക്കാൻ മടിക്കാത്ത ശൈലിയാണ് ഇയാൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായ ആദ്യകാലത്ത് അമേരിക്കയ്ക്ക് നേരെ ഉത്തര കൊറിയ ആണവ മിസൈൽ സജ്ജീകരിച്ചു വെച്ചിരുന്നത്. ഉത്തര കൊറിയയുടെ പരമ്പരാഗത എതിരാളികളായ ദക്ഷിണ കൊറിയയും ഒപ്പം ചേർന്ന് അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾ പ്രകോപിതനാണ് ഇത്തരം ഒരു പ്രകോപനത്തിന് കിം ജോങ് ഉൻ തയ്യാറായിരിക്കുന്നത്. ഇതോടെ അപകടം തിരിച്ചറിഞ്ഞ ട്രംപ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങി കിം ജോങ് ഉന്നുമായി ചർച്ച നടത്തേണ്ട സാഹചര്യമുണ്ടായതും ലോകം കണ്ട വേറിട്ട കാഴ്ചയാണ്. രണ്ടാമത്തെ തവണ അധികാരത്തിൽ വന്നപ്പോഴും ആദ്യം ട്രംപ് പറഞ്ഞത് തന്നെ കിം ജോങ് ഉൻ തന്റെ സുഹൃത്താണെന്നും കൂടുതൽ അടുത്തിടപെടാൻ അവസരം ഉണ്ടാകുമെന്നാണ്. ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ അമേരിക്കയുടെയും ട്രംപിന്റെയും ഭയം വ്യക്തമാണ്. റഷ്യയെ പോലെ ചൈനയെ പോലെയും എന്തിനേറെ ഇറാനെ പോലെയും ലോകത്തിന്റെ നിലനിൽപ്പ് നോക്കി മാത്രം തീരുമാനമെടുക്കുന്ന രാജ്യമോ ഭരണാധികാരിയോ അല്ല കിം ജോങ് ഉൻ എന്നതാണ് ഉത്തര കൊറിയയെ വേറിട്ടൊരു ശത്രുവായി കാണാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയ ശേഷം അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി അതുപോലെ തന്നെ മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് ഇറാനും അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചത്. ഈ ആക്രമണങ്ങളിൽ ഇറാൻ ഉപയോഗിച്ചതും വീര്യം കുറഞ്ഞ മിസൈലുകളായിരുന്നു. രണ്ട് ആക്രമണങ്ങളും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ട് നടത്തിയതിനാൽ ഒരാൾ പോലും കൊല്ലപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇത്തരം ഒരു ജാഗ്രതയും മുന്നറിയിപ്പും ഒന്നും കിം ജോങ് ഉന്നിൽ നിന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഇദ്ദേഹത്തെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നത് മാത്രമാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഏക പോംവഴി. ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ഉത്തര കൊറിയ ഏറ്റുമുട്ടേണ്ട സാഹചര്യമുണ്ടായാൽ അത് ആത്യന്തികമായും അമേരിക്ക ഉത്തര കൊറിയ യുദ്ധമായാണ് മാറുക. ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യയുമായി തന്ത്രപ്രധാനമായ പ്രതിരോധ കരാറിൽ ഉത്തര കൊറിയ ഒപ്പുവെച്ചിട്ടുള്ളതിനാൽ ഉത്തര കൊറിയയെ സൈനികമായി സഹായിക്കാൻ റഷ്യയും നിലവിൽ ബാധ്യസ്ഥരാണ്. അതായത് ഉത്തര കൊറിയയുമായി ആര് യുദ്ധത്തിന് ഇറങ്ങിയാലും അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്നതും വ്യക്തം. ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ദക്ഷിണ കൊറിയ കേന്ദ്രീകരിച്ച് നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങളെ നോക്കിക്കാണാൻ. ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉന്നിനെ ഗുരുതരമായ ആരോപണവും കേസുമാണ് ശത്രുരാജ്യമായ ദക്ഷിണ കൊറിയയിൽ നിന്നും ഇപ്പോൾ വരുന്നതും. ഉത്തര കൊറിയൻ തടങ്കലിൽ വെച്ച് ക്രൂരമായ പീഡനങ്ങൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും ഇരയായി എന്ന് ആരോപിച്ച കിം ജോങ് ഉന്നിനെതിരെ ദക്ഷിണ കൊറിയൻ കോടതിയിൽ സിവിൽ ക്രിമിനൽ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. ഉത്തര കൊറിയയിൽ നിന്നും കൂറുമാറിയെത്തിയ ചോൻ മിങ് ക്യൂങ് എന്ന സ്ത്രീയുടെ പരാതിയിലാണ് ഈ നടപടി. അതുകൊണ്ട് തന്നെയാണ് CIA അടക്കം ഇപ്പോൾ കിം ഉൻ ജോണിനെതിരെ നിരീക്ഷിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച